Hello my dear students, welcome back to Industrial Relation Session 7. ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് നോക്കാൻ പോവാണ്. ഒരുപാട് നിയമങ്ങളുണ്ട്, നമ്മൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ചില നിയമങ്ങൾ കുറച്ച് കാര്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത് നമ്മുടെ എംപ്ലോയീസിൻ്റെ വേജസിനെ കുറിച്ചുള്ള നിയമങ്ങളാണ്. പണ്ട് ഒരു കാലഘട്ടം വരെ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ട് കിടന്നിരുന്നതാണ് ഈ വേജ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഒരുപാട് വേജ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ വന്ന് അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിലൂടെയാണ് ഭേദഗതി ഉണ്ടായത്. അതിൽ എടുത്തു പറയാവുന്ന ഒരു നിയമം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ആണ് 1936. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്, പിന്നെ ലോ ഓൺ സേഫ്റ്റി വെൽഫെയർ ആൻഡ് ലീഷർ ഇൻ വർക്ക് പ്ലേസ്, ഫാക്ടറീസ് ആക്ട് 1948, Minor Act 1962, Railway Act 1890, Dock Workers Act 1980, Motor Transport Workers Act 1961. ഇതുപോലെയുള്ള ഒരുപാട് നിയമങ്ങൾ വന്നുകൊണ്ടാണ് നമ്മളുടെ വേജസ് കുറച്ചുകൂടി പ്രോപ്പറായത്. ഓക്കെ, അത് മാത്രമല്ല നമ്മളുടെ ജോലി സ്ഥലങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതമാവുകയും അവിടെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നമ്മുടെ വർക്കിംഗ് അവേഴ്സും വേണ്ടത്ര റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഈ നിയമങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അതാണ് വേജസ് ആക്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലേബർ ലെജിസ്ലേഷൻസ് ആണ്. അതായത് ഈ പറയുന്ന ജോലിക്കാർക്ക് വേണ്ട നിയമസംഹിതകൾ 20 വർഷമായിട്ട് ഒരുപാട് നിയമസംഹിതകളാണ് നമ്മളുടെ ഇന്ത്യയിൽ എനാക്ട് ചെയ്ത് തുടങ്ങിയത്. ആ ഒരു കാര്യത്തിൽ ടോപ്പ് കൺട്രീസിൽ നമ്മുടെ ഇന്ത്യയും ഒരു കൺട്രി ആയിട്ട് നിലനിൽക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ നമ്മുടെ ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനായിട്ട് കൈകോർത്ത് ഒരുപാട് കോൺവെർസേഷൻസിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടാതെ ഈ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്ററുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഈ കൺകറൻറ്റ് ലിസ്റ്റ്? നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിൽ 3 തരത്തിലുള്ള ലിസ്റ്റുകളാണുള്ളത്. ഇത് നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും നിയന്ത്രിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ലിസ്റ്റുകൾ വന്നിട്ടുള്ളത്. അത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ 3 ലിസ്റ്റുകളാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അധികാര പരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ റെയിൽവേ അല്ലെ, നമ്മുടെ ടാക്സേഷൻ, നമ്മുടെ കറൻസി, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അധികാര പരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ കേരള പോലീസ്, അഗ്രികൾച്ചർ, ഇതൊക്കെ ഓരോ സംസ്ഥാനങ്ങൾ അതിൻ്റെ നിയമപരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന അതിൻ്റെ നിയമപരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. മിക്കവാറും പല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ക്രിമിനൽ നിയമമൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരേ പ്രാധാന്യത്തോടു കൂടിയിട്ട് കൊണ്ടുവരേണ്ട നിയമപരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ലേബർ ലെജിസ്ലേഷനും ഇതുപോലെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ലേബേഴ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഈ ലേബർ ലെജിസ്ലേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഫാക്ടറീസ് ആക്ട്, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, മൈൻസ് ആക്ട്, പ്ലാന്റേഷൻ ലേബേഴ്സ് ആക്ട്, ഇന്ത്യൻ മെർച്ചൻസ് ഷിപ്പിംഗ് ആക്ട്, അതൊക്കെ ലേബർ വർക്കിംഗ് കണ്ടീഷൻസിൽ വരുന്നതാണ്. പിന്നെ ലോസ് ഓഫ് വേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. മിനിമം വേജസ് ആക്ട്, പേയ്മെൻറ്റ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട്, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ആക്ട്, പിന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നിയമങ്ങൾ വർക്കേഴ്സ് കോമ്പൻസേഷൻ ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ ലേബർ ലെജിസ്ലേഷൻസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ നിയമങ്ങളൊക്കെ. ഇനി നമുക്കതിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് അവർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947.
ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ശരിക്കും വളരെ നല്ല പീസ് ആയിട്ടുള്ള ഹാർമണി ആയിട്ടുള്ള നല്ല ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നെഗോസിയേറ്റ് ചെയ്ത് അത് ഡിസ്പ്യൂട്ട്സിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെ നെഗോഷിയേഷൻ വഴി സെറ്റിൽ ചെയ്ത് നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒരുപാട് സ്റ്റഡീസ് നമ്മുടെ ഇന്ത്യയിൽ നടന്നതിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ ഇന്ത്യൻ ലേബർ ലോസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇവിടുത്തെ ലേബേഴ്സിനെ ഓരോരുത്തരെയും വളരെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ, അത് ലേബേഴ്സിനെ മാത്രമല്ല ലേബർ മാർക്കറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല അത് അത്ര ഫ്ലെക്സിബിളും അല്ല. ഓക്കെ, സോ തുടക്കത്തിലൊക്കെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റൊക്കെ ഓർഗനൈസ്ഡ് സെക്ടർ, ദറ്റ് മീൻസ് നമ്മളുടെ പബ്ലിക് സെക്ടർ, ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്ന സെക്ടേഴ്സിൽ മാത്രമേ ഈ നിയമങ്ങൾ അപ്ലൈ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഈ നിയമങ്ങൾ നമ്മളുടെ ഈ ലേബേഴ്സിൻ്റെ മൊബിലിറ്റി, അവരുടെ സ്വാതന്ത്ര്യത്തിനെ കുറയ്ക്കുന്നതായിട്ട് കണ്ടിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മളുടെ ഈ ഗവൺമെൻറ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ പ്രത്യേകിച്ചും ഇൻറ്റൻസീവ് മെത്തേഡ്, മുതലാളിത്തത്തിൻ്റെ ഡോമിനേഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലേബർ മൊബിലിറ്റി അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മളുടെ ഈ ലേബേഴ്സിൻ്റെ മൊബിലിറ്റി വളരെ പ്രതികൂലമായിട്ടാണ് ഈ ഒരു നിയമം ബാധിച്ചത്. അന്ന് ഗവൺമെൻറ് സെക്ടേഴ്സിൽ ഈ പറയുന്ന മുതലാളിത്തം ഡോമിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന ലോങ് റണ്ണിൽ ലേബേഴ്സിൻ്റെ ഡിമാൻഡും കുറഞ്ഞു. ഈവൻ ദോ നമ്മുടെ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ലേബർ റെഗുലേഷൻസ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പെർഫോമൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ആയിട്ട് നിന്നിരുന്നു. ഓക്കെ, അപ്പം ഒരുപാട് എവിഡൻസ് പറയുന്നത് ഈ പറയുന്ന പ്രോ വർക്ക് റെഗുലേഷൻസ്, അതായത് നമ്മൾ വർക്ക് ചെയ്ത ശേഷമുള്ള റെഗുലേഷൻസ് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അത് കുറയുക ചെയ്തത്. കാരണം ലേബേഴ്സിനെ വേണ്ട കാര്യമായിട്ട് കുറയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന് നമുക്ക് 1976 ഒരു അമെൻമെൻ്റ് ഉണ്ടായി. അതനുസരിച്ച് ഏതൊരു ഓർഗനൈസേഷനിലും 300-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടെ ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഫോളോ ചെയ്യണം. അതുമാത്രമല്ല ആ ഓർഗനൈസേഷൻസിൽ എന്തെങ്കിലും ലേ ഓഫ്, ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ റിട്രെഞ്ച്മെൻറ്റ്, എംപ്ലോയീസിൻ്റെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഓർഗനൈസേഷൻ തന്നെ അടച്ചു മൂടാനുള്ള സിറ്റുവേഷൻ വന്നാൽ അത് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടിയ ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈ നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും 1982 വീണ്ടും ഒരു അമെൻമെൻറ്റ് വന്നിട്ട് ആ 300 എന്നുള്ളത് 100 മാറ്റി. കാരണം അപ്പോഴേക്കും ഒരുപാട് ലേബർ റിഡക്ഷൻസ് വന്നു. ഓക്കെ, സോ ആ രീതിയിൽ നമ്മുടെ ലേബേഴ്സ് കുറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ലേബേഴ്സിന് ആവശ്യമായിട്ട് വന്നു. ഓക്കെ, സോ അങ്ങനെ ആവശ്യമായിട്ട് വന്ന ലേബേഴ്സിനെ ഈ പറയുന്ന പോലെ ആവശ്യത്തിന് മാത്രം താൽക്കാലികമായിട്ടുള്ള രീതിയിൽ പുറത്തു നിന്നും താൽക്കാലികമായിട്ട് എടുക്കുകയുണ്ടായി. ഓക്കെ, സോ നമ്മളുടെ ഈ റിട്രെഞ്ച്മെൻറ്റ്, ലേബേഴ്സിനെ കുറയ്ക്കുന്ന സംവിധാനം ശരിക്കും നമ്മുടെ ജോലി സ്ഥലത്തിന് ആകെ താറുമാറാക്കി എന്ന് തന്നെ പറയാമല്ലോ. കാരണം അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ 300 എംപ്ലോയീസ് ഉള്ള സ്ഥലത്ത് 100 എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ വളരെയധികം ബാധിച്ചു. ഒരുപാട് സെക്ഷൻസിൽ ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഇതുപോലെ ഉള്ള സിമിലർ എഫക്ട്സ് ആണ് കൊണ്ടുവന്നെങ്കിൽ തന്നെയും ഉള്ള ലേബേഴ്സിന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലേബേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക അല്ലേ. ടെക്നോളജി പിന്നെ വന്നു, അപ്പോൾ ഒരുപാട് ലേബേഴ്സിന് ആവശ്യം വന്നില്ല, ഉള്ള ലേബേഴ്സിനെ നന്നായി റീറ്റെയിൻ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന ആ ലേബേഴ്സിന് പ്രോപ്പറായിട്ടുള്ള വേജസ് കൊടുക്കണം,
അല്ലേ? അതുപോലെ തന്നെ അവർ വർക്കിംഗ് കണ്ടീഷൻസ് പ്രോപ്പറാക്കി കൊടുക്കണം. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഉന്നയിച്ച കാര്യങ്ങൾ. അത് പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും പ്ലാന്റ് ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ റിട്രെഞ്ച്മെൻറ്റ്, നമ്മൾ മൊത്തത്തിൽ എംപ്ലോയീസിൻ്റെ എണ്ണം കുറച്ചു എന്നൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ലേബേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഗുണം വേണ്ടേ? അപ്പോൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ജോലി നഷ്ടപ്പെട്ടാൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇന്ത്യൻ ഡിസ്പ്യൂട്ട് ആക്റ്റാണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റാണ് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കമ്പനി ലേ ഓഫ് ചെയ്യുകയോ റിട്രെഞ്ച് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി തന്നെ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ഗവൺമെൻറ് പെർമിഷൻ അനുസരിച്ച് മാത്രമേ അത് നടപ്പിലാക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ അൺഫെയർ ആയിട്ടുള്ള ലേബർ പ്രാക്ടീസസ്, അത് ഇപ്പോൾ നമ്മുടെ എംപ്ലോയറുടെ ഭാഗത്തു നിന്നായാലും ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്നായാലും ഇനിയിപ്പോൾ വേറെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ഭാഗത്തായാലും അതിനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് 1946. ഓക്കെ, സോ ഈ ഒരു ആക്ടിൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയീസിൻ്റെ പ്രത്യേകിച്ചും അവരുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഇൻഫ്ലേഷൻ മാന്യമുള്ള സമയത്തും അൺഎംപ്ലോയ്മെൻറ്റ് പ്രോപ്പറായിട്ട് പരിഹരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആക്ടിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ആക്ട് ഏതൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും 100-ൽ കൂടുതൽ ജോലിക്കാരുള്ള സ്ഥലങ്ങളിൽ ഇത് അപ്ലിക്കബിൾ ആണ്. ഈ 100-ൽ കൂടുതൽ എംപ്ലോയീസ്, 300-ൽ കൂടുതൽ എംപ്ലോയീസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ പറയുന്നൊരു ക്ലോസ് ഇതാണ്: ഒരു കൊല്ലം, അതായത് 12 മാസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസിൻ്റെ എണ്ണം 100 ആയാലും ആ ഇൻഡസ്ട്രീനെയും നമ്മൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയാണ് ചെയ്യണത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് 100 പേരുണ്ടാവണം എന്നില്ല. ഇപ്പോൾ പുറത്തുനിന്ന് ആ കമ്പനിക്ക് വേണ്ടി ഒരാൾ ജോലിക്ക് വന്നു, അയാളടക്കം 100 പേരാണെങ്കിലും ഈ നിയമം അവിടെ ബാധകമാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡേയിലായാലും മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു 95 പേര് അവിടെ ജോലിക്കാരുള്ളൂ, ഒരു 5 പേര് പുറത്തുനിന്ന് ഒരു ദിവസം ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മരാമത്ത് പണിക്ക് വന്നു, ഒരു ദിവസം 1 ഡേ വേജസിന് വന്നിരിക്കുന്നു. അപ്പോൾ എന്തായി? ടോട്ടൽ 100ആയി. അപ്പോൾ അങ്ങനെ 100 പേര് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഈ പറയുന്ന നിയമം നടപ്പിലാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ നടപ്പിലാക്കുക, ജോലി ഉറപ്പുവരുത്തുക, സെക്യൂർഡ് ആക്കുക, അതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. സോ എന്തെങ്കിലും ഈ പറയുന്ന ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് 2 മാസം മുന്നേ നോട്ടീസ് കൊടുക്കണം. അത് ഒഫീഷ്യൽ ഗസറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്റ്റായിട്ട് അത് അപ്ലൈ ചെയ്യുകയും വേണം. അതാണ് ഈ ഒരു നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏതൊരു എംപ്ലോയീനെയും നിയമിക്കുമ്പോൾ ആ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗസറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അത് നിയമത്തിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിനു മുമ്പ് ഈ പറയുന്ന എംപ്ലോയർക്ക് ഇതുപോലെ നിയമവശങ്ങളൊന്നും പാലിക്കേണ്ടതുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പല ഡിഫറെൻറ്റ് കോൺട്രാക്ട്സിലൂടെ പല ഡിസ്ക്രിമിനേഷൻസും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസൊക്കെ ഫോം ചെയ്തിരുന്നത്. പിന്നീട് നമ്മുടെ നിയമപാലകർ വന്ന് ട്രൈപാർട്ടി ലേബർ കോൺഫറൻസിൽ നിയമപാലകർ വന്നിട്ടാണ് ഈ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും അതിന് ഒരുപാട് മുൻതൂക്കം കൊടുക്കണം എന്നുള്ള കാര്യം കൊണ്ടുവന്നത്. ഓഫ് കോഴ്സ് ഈ പറയുന്ന ഈ എംപ്ലോയ്മെൻറ്റ് ആക്റ്റും അത് തന്നെയാണ് പറയുന്നത്. ആ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഫോം ചെയ്ത് ഗസറ്റിൽ ഉൾപ്പെടുത്തി അതിന് നിയമം അനുസരിച്ച് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഒരിക്കലും ഒരു എംപ്ലോയിയും ഒരു ഓർഗനൈസേഷനിൽ ഒരു അടിമയാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ ലേബർ പ്രാക്ടീസിന് വിധേയമാവുകയോ പാടില്ല ഈ നിയമം അനുസരിച്ചിട്ട്. അപ്പോൾ ഈ നിയമം വരുന്നതിന് മുമ്പായിട്ട് എംപ്ലോയീസിനൊന്നും അവർ ജോലി ചെയ്യുന്നതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയില്ലായിരുന്നു. അവർക്ക് ഓർഗനൈസേഷൻ്റെ റൂൾസ്, എംപ്ലോയ്മെൻറ്റിൻ്റെ ഡിസിപ്ലിൻ്റെ റൂൾസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ അറിയാനുള്ള അവകാശം അവർക്ക് ഈ നിയമം അനുസരിച്ച് കിട്ടുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് ഈ നിയമം.